ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും റെസിപ്പീസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ എല്ലാവരും ആ ലൈക്ക് ബട്ടനോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. ലൈക്കിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയുകയാണ് കേട്ടോ. ഞാൻ പറയുന്ന വീഡിയോക്ക് ലൈക്ക് ഇടും, അല്ലാത്ത വീഡിയോക്ക് കണ്ടുപോകും, ലൈക്ക് ഇടാൻ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് മറന്നേ പോകണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇട്ടും കൂടെ പോവുക കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം രാവിലത്തെ കുറച്ച് തിരക്കിട്ട പണികളിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, അതുവരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ റജബിൻ്റെ നോമ്പെടുത്ത ദിവസമാണ് കേട്ടോ. ഇന്ന് സുന്നത്ത് നോമ്പെടുത്തിട്ടുള്ള ദിവസമാണ്. അപ്പോൾ വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ആക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ഇങ്ങനത്തെ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളായിട്ടുള്ള പണികളൊക്കെ ഉണ്ടല്ലോ, അലക്കുക തുടക്കുക അങ്ങനത്തെ പണികളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ആ ഒരു രാവിലെ നമുക്ക് നല്ല ഉഷാറായിരിക്കുമല്ലോ, പിന്നല്ലേ നമുക്ക് ചെറിയ ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ആ ഒരു എനർജിയിൽ എല്ലാ പണികളും പെട്ടെന്ന് തീർക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് പട്ടയില്ലേ, അത് വെയിലത്തിടാനുണ്ട്. അപ്പോൾ നല്ല വെയിൽ വരാൻ വേണ്ടി കാത്തു നിന്നാണ് കേട്ടോ. ഈ ഒരു സമയം വരെ ഏകദേശം മഞ്ഞ് മൂടിക്കൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇപ്പോൾ അങ്ങോട്ട് വെയിൽ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നല്ല വെയിലായിട്ട് ഇട്ടിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ഇത് നമ്മളവിടെ തന്നെ ചോല വെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അന്ന് ഒരു 2 കൊമ്പ് ഇങ്ങനെ അവരോട് തന്നെ വെട്ടിത്തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ അതിൻ്റെ തൊലി മാത്രം ഇങ്ങനെ ചിത്തി എടുക്കില്ല, അതെല്ലാം നമ്മൾ പട്ടയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. ഇത് ഈ വലിയ പാത്രത്തിലുള്ളത് കറക്റ്റ് സൈസായിട്ടുള്ള പട്ടേൻ്റെ തൊലിയാണ്. മറ്റേത് നല്ല ചെറുതാണ്, ഇങ്ങനെ ചെറിയ ചെറിയ കമ്പിൽ നിന്ന് ഇങ്ങനെ ഈർന്നെടുത്തതാണ്. അത് നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളതല്ലേ, അപ്പോൾ നമുക്കത് ഗരം മസാലക്കൊക്കെ അത് പൊടിച്ചെടുക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കളയാതെ അതും കൂടെ ഇങ്ങനെ ആക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും എടുക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാര്യം പകലിലൊന്നും അങ്ങനത്തേനൊന്നും സമയം ഉണ്ടാവില്ല കേട്ടോ. വെറുതെ രാത്രിയിലൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അങ്ങനത്തെ പണികളൊക്കെ ചെയ്യുക. ഇനി ഞാൻ വേഗം പോയിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് മേറാജ് രാവിൻ്റെ അന്ന് നമ്മൾ മധുരം ഉണ്ടാക്കൂലേ, അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അന്ന് ഞാൻ വീഡിയോ എടുത്ത് ഇന്നലെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് കാണിക്കുന്നു മാത്രം. അപ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ റഫിക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഒരു 2-3 നേന്ത്രപ്പഴം പഴുത്തത്, ഇങ്ങനെ ഉടഞ്ഞു പോകുന്നത് അങ്ങനത്തെ അല്ല കേട്ടോ, എന്നാൽ പഴുക്കാൻ വേണം. അപ്പോൾ അത് ഉരുളിലേക്ക് ഇട്ട് കൊടുത്തു. ഉരുളി തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ, ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്, വീഡിയോയിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് എടുത്തുന്നേ ഉള്ളൂ. പിന്നെ ഒരു 2 ശർക്കര അച്ചും കൂടെ ഉരുക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇതിൽ കിടന്നിട്ടൊന്ന് വരണ്ട് വരട്ടെ കേട്ടോ, ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ പഴത്തിന് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. അതെന്തായാലും ചെയ്യണേ. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാലും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണ്, അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. നമുക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. എനിക്ക് പഴത്തിൻ്റെ റെസിപ്പീസ് അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല, 1-2 കാര്യം തന്നെ ഇഷ്ടമുള്ളൂ. പക്ഷേ അതിൽ എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ അതവിടെ റെഡി ആയിട്ട് വന്നു. ഇത് കണ്ട ഭയങ്കര വറ്റിയൊന്നും വരണ്ട, ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കുറുകി വന്നു. അതിൻ്റെ ശേഷം നമ്മൾ 2ാം പാല്, ഞാനൊരു അരമുറി തേങ്ങ ചിരകിയത് 2 പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1ാം പാലും 2ാം പാലും. അതിൻ്റെ 2ാം പാല് ഒഴിച്ചു കൊടുത്തു കേട്ടോ. 1 കപ്പ് പാലൊഴിച്ച് കുറച്ച് വെള്ളത്തിലെടുത്തോ, കാര്യം ഇതൊന്ന് തിളച്ച് ഒന്ന് അതിൽ പാലൊക്കെ പിടിച്ച് റെഡി ആയിട്ട് വന്നോളൂ. ഒരുപാട് വെള്ളമാക്കണ്ട, പഴം ഉടഞ്ഞു പോകുന്ന രീതിയിലൊന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അതിങ്ങനെ പഴം ഉടച്ചു കൊടുക്കരുത്, അങ്ങനെ ചെണ്ട പോലെ അങ്ങനെ ആ ഒരു കഷ്ണമായി തന്നെ കിട്ടും കേട്ടോ, നമുക്കിങ്ങനെ ഉടഞ്ഞൊന്നും പോകില്ല. അപ്പോൾ അതാ നമ്മുടെ 2ാം പാലും അതിൽ കിടന്ന് ഇങ്ങനെ വറ്റി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണങ്ങണ്ട, എന്നാലും ഇങ്ങനെ വറ്റി വന്നോട്ടെ. എന്നിട്ടാണ് നമുക്ക് ഇനി ഇതിലേക്ക് 1ാം പാൽ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രേവി ഇല്ലേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് 1ാം പാലും അങ്ങനെയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ഇതിങ്ങനെ ഓരോ ടൈമിലും നല്ല ടേസ്റ്റാണ്. ആ ഒരു ശർക്കര ഒഴിച്ചില്ലേ, ആ ഒരു സമയത്ത് വേറെ ടേസ്റ്റാണ്, ഈ ഒരു സമയത്ത് ആ ഒരു ഗ്രേവിക്ക് ഒരു വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഈ സമയത്തൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ, ടേസ്റ്റ് നോക്കിക്കൊണ്ടേയിരിക്കും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നാൽ നല്ല എളുപ്പം നമ്മളൊരു പായസം ഉണ്ടാക്കുന്നൊരു പണിയോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. അടിപൊളി നല്ലൊരു എന്താ പറയുക സ്വീറ്റ് നമുക്ക് കിട്ടുമേ. അപ്പോൾ അതും കൂടെ വറ്റി വന്ന സമയത്ത് 1ാം പാലുണ്ടല്ലോ, 1 കപ്പ് 1ാം പാലും കൂടെ, അതും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാട്ടോ എടുത്തിട്ടുള്ളത്, ഭയങ്കര കട്ടിയല്ല, എന്നാൽ നല്ല പാലിങ്ങ് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തു. ഞാൻ ഇടയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു
രണ്ട് നമ്മൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, ഞാൻ കൊടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തോ, എന്നാൽ നല്ല ടേസ്റ്റാണേ. ഇനി ഇതിൽ കിടന്നിട്ട് ഒന്ന് വറ്റിയിട്ട് വരട്ടെ, ഭയങ്കര ഡ്രൈ ആവണ്ട, ഞാൻ കാണിച്ചു തരാം. ഇത് പെട്ടെന്നാവും കേട്ടോ, കാരണം 1/4 പാലാകുമ്പോൾ വേഗം ഇങ്ങനെ തിക്കായിട്ട് വരുമല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഈ ഏലക്കപ്പൊടി ഇല്ലേ, ഇത് കണ്ടോ, ഞാൻ 2 കൊല്ലമായിട്ട് പൊടിച്ച് വെച്ച സംഭവമാണ് കേട്ടോ. നല്ല എയർ ടൈറ്റായിട്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണയല്ല അതിൻ്റെ മുന്നത്തെ തവണയൊക്കെ തോന്നുന്നു ഏലക്കപ്പൊടി ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു, പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് പൊടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ റെഡിയാക്കി വെച്ചതാട്ടോ. ഇനിയും എനിക്കത് ബാക്കിയുണ്ട്. അപ്പോൾ അത് അങ്ങനെ പൊടിച്ചാൽ നമുക്ക് കുറേ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് പോകില്ല കേട്ടോ. തൊലിയൊക്കെ കൂടിയിട്ടാണ് ഞാൻ പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണം, അത്രയേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ 2 എണ്ണം പോയിട്ട് പൊടിച്ച് എടുക്കേണ്ട, എനിക്കത് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴും പൊടിച്ച് വെക്കും, കുറച്ചധികം തന്നെ പൊടിച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഒരു ഗ്രേവി ടൈപ്പ് കേട്ടോ, അങ്ങനെ ഡ്രൈ ആയി പോണ്ട, ഒരു ചെറിയ ഒരു ഗ്രേവി നല്ല ടേസ്റ്റ്. അതാണ് അതിൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക പഴത്തിനേക്കാളും. അപ്പോൾ ഇതാ ഇനി ഞാൻ ചെയ്യുന്നത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നെയ്യ് ചേർക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. അതിൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുണ്ട്, അത് തന്നെ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഒന്നും കൂടെ ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതാണ്. ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനിയിപ്പോൾ നെയ്യ് വെറുതെ ചേർത്ത് കൊടുക്കണം, നിങ്ങൾക്ക് പച്ച നെയ്യ് വെറുതെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വറവിട്ട് വയ്ക്കുക. ഇത് ഒഴിവാക്കിയാലും ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബനാന സ്വീറ്റ് പഴം വരട്ടിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, തണുത്താലും ചൂടോടെയും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് കുറച്ച് കഴിക്കാൻ പോവാം. റഫീക്ക വരുമ്പോഴത്തേക്ക് ഞാൻ വിളിച്ചു നോക്കിയപ്പം പപ്പടം കൂടെ വേണം കേട്ടോ, അതിൻ്റെ കൂടെ പപ്പടം കൂട്ടിയിട്ട് കഴിക്കണം. പക്ഷേ ഞാൻ റഫീഖാനെ വിളിച്ചപ്പോൾ റഫീഖ രാത്രിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതുവരെ ക്ഷമയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. എന്നിട്ട് റഫീഖ പപ്പടം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പപ്പടം കൊണ്ടുവരുമ്പോൾ അപ്പോൾ റഫീഖാൻ്റെ കൂടെ പപ്പടം കൂട്ടിയിട്ട് പിന്നെ കഴിക്കാം. ഇപ്പം ഞാൻ എന്തായാലും കുറച്ച് കഴിക്കട്ടെ. അപ്പോൾ ഇത് ഉണ്ടാക്കിയവരായിരിക്കും എല്ലാവരും, പക്ഷേ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്ക് കേട്ടോ. നിങ്ങൾ ചെറിയൊരളവിൽ 1 പഴം വെച്ചിട്ടോ 2 പഴം വെച്ചിട്ടൊക്കെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഒരളവിലൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവർക്കൊക്കെ എന്തായാലും മധുരം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും കേട്ടോ. ആ ഒരു തേങ്ങാപ്പാലിൻ്റെയും ശർക്കരേൻ്റെയും പഴത്തിൻ്റെ ഒക്കെ ആ ഒരു കോംബോ പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത കേട്ടോ, അത്രയും ടേസ്റ്റാണ്. ശരിക്കും നമുക്ക് മിറാജ് ആ ഒരു സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു മധുരം തന്നെയാണ്. നമ്മളിങ്ങനെ കറിപ്പായസം അങ്ങനത്തതൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു ഗണത്തിൽപ്പെട്ട ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ ഇതാ കുറച്ച് പണികളൊക്കെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ റഫീഖ നല്ല കല്ലുമ്മക്കായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നിറച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ കഴുകി ക്ലീൻ ചെയ്ത് എല്ലാം അതിൻ്റെ ഷെല്ലും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നീറ്റാക്കിയിട്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് മാവൊക്കെ റെഡിയാക്കിയിട്ടൊന്ന് നിറച്ചെടുക്കണം. എന്നാൽ പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് ശരിക്കും നമ്മൾ മീൻ പൊരിക്കുന്ന പോലെ അങ്ങനെ പൊരിച്ചെടുക്കാനുള്ള പണിയല്ലേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ കല്ലുമ്മക്കായ എന്ന് പറയുമ്പോൾ കല്ലുമ്മക്കായൻ്റെ കാര്യങ്ങൾ എന്താ പറയുക, പൊരിച്ചെടുക്കലും കഴിക്കലൊക്കെ എളുപ്പമാണ്. പക്ഷെ അതിൻ്റെ മുന്നുള്ള കുറച്ച് പണികൾ ചെയ്താൽ ഇത് നല്ല അടിപൊളി സ്നാക്കുമാണ് കേട്ടോ. ശരിക്കും കല്ലുമ്മക്കായ കാണുമ്പോൾ നോമ്പ് തന്നെയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. നമ്മൾ റമദാനിലൊക്കെ എന്തായാലും വാങ്ങുന്നൊരു ഐറ്റം അല്ലേ ഇത്, നോമ്പ് തുറക്കൊക്കെ. അപ്പോൾ ഇതാ ഞാൻ അത് ചിലർക്കൊക്കെ പക്ഷേ ഇത് മാവ് ഇങ്ങനെ ഉറപ്പായി പോവുക അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, നല്ല ടേസ്റ്റ് കൂടാനുള്ള സംഭവങ്ങളും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒറോട്ടിപ്പൊടിയാണേ. നമ്മൾ പത്തെണ്ണമൊക്കെ എടുക്കുന്ന ആ ഒരു പൊടിയില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇനി അരി അരച്ചുണ്ടാക്കുകയാണെങ്കിലും ഒക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാനിപ്പോൾ ഈ പൊടിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ തേങ്ങ, കുറച്ചധികം തേങ്ങ കേട്ടോ, കുറച്ചധികം തേങ്ങ തന്നെ എടുത്തിട്ട് തേങ്ങയും ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണമൊക്കെ മതി. അതും ഇനിയിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാളേൻ്റെ പകുതി കഷ്ണം ചെറുതാക്കി ഇട്ട് കൊടുത്താൽ മതി. വലിയ ജീരകം ഒരു 2-3 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സീൻ്റെ ജാറിൽ വന്നിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചൊരു അഴവിൽ വേണം കേട്ടോ നമ്മൾ കുഴച്ചെടുക്കാൻ, കുറച്ചൊരു ലൂസായിട്ട്, ഇങ്ങനെ ഒട്ടുന്ന പരുവല്ല. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ അരി അരച്ചെടുക്കുകയാണെങ്കിൽ തിളച്ച വെള്ളത്തിൽ നമ്മൾ ചോറരിയില്ലേ, ചോറ് വെക്കുന്ന അരി, അത് തിളച്ച വെള്ളത്തിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിൽ അരക്കുക. അരച്ചിട്ട്
നല്ല ഫൈനായിട്ട് തന്നെ അരച്ചോ കുഴപ്പമൊന്നുമില്ല. അരച്ചിട്ട് നമ്മൾ ഇങ്ങനെ ടർക്കിയിൽ കെട്ടി വെക്കില്ല, കട്ടിയിൽ കോട്ടണിൽ കെട്ടിയിട്ട് അതിൻ്റെ വെള്ളം പോക്കിയിട്ട് എടുക്കുമല്ലോ, അതറിയില്ലേ? അങ്ങനെ നമ്മൾ നെയ്പ്പത്തിരിക്കൊക്കെ അരക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് അത് ഓവർ ടൈറ്റ് ആക്കിയിട്ട് എടുക്കണ്ട, കുറച്ചൊന്ന് വെള്ളം പോയിട്ട് ഈ ഒരു ലൂസിൽ, ഈ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു സ്റ്റിക്കി അല്ല, എന്നാലും അത്യാവശ്യം ഇങ്ങനെ ഒരു ഒട്ടുന്ന പരുവത്തിൽ തന്നെ ആകണം കേട്ടോ. ഇങ്ങനെ ഹാർഡായിട്ട് എടുക്കരുത്. ഈ ഒരു രീതിയിൽ എടുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് നിറച്ച് കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ അരി അരച്ച ആ മാവിലേക്ക് അതിൻ്റെ കൂടെ അരക്കണ്ട. മാവ് റെഡി ആയതിൻ്റെ ശേഷം തേങ്ങ, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു അളവ്, അത്യാവശ്യം തേങ്ങ അത്യാവശ്യം എടുത്തോ, അത്യാവശ്യം നല്ലോണം തന്നെ എടുക്കുക. തേങ്ങയും ജീരകം കൂടെ കൂട്ടിക്കിട്ട് കുഴച്ചിട്ട് ഈ ഒരു അളവിൽ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ മാവിന് നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മളെ കല്ലുമുക്ക കേട്ടോ. പിന്നെ അതൊരു കാര്യം, ഉപ്പും അങ്ങനത്തെ ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ കല്ലുമുക്ക വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ക്ലീനായിട്ട് നല്ല ഭംഗിയുള്ള കല്ലുമുക്ക ഉണ്ടാകും, അത് വാങ്ങരുത് കേട്ടോ. കുറേ വേസ്റ്റും ചണ്ടികളും അതിൻ്റെ മുകളിലൊക്കെ, ആ ഷെല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ പാറ പോലൊക്കെ ഉണ്ടാകും, പിന്നെ കല്ലുകല്ലൊക്കെ ആയിട്ട്. അങ്ങനത്തതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ മുകളിൽ കൂടുതൽ വേസ്റ്റ് ഉള്ളതാണ് നമ്മൾ വാങ്ങേണ്ടത് കേട്ടോ. അതാണ് നല്ല നാടൻ കല്ലുമുക്ക, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അതിനിപ്പോൾ വലുതായാലും ചെറുത്, ഒരു മീഡിയം, ഈ ഒരു വലുപ്പമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, അതിങ്ങനെ മൂത്ത് വന്നത്. പക്ഷേ ഇനിയിപ്പോൾ ചെറുതായാലും ഒന്നും മീഡിയം സൈസ് ആയാലും ഒന്നും കുഴപ്പമില്ല. ആ ഒരു ടൈപ്പാണെങ്കിൽ, ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ നല്ല ക്ലീൻ ആയിട്ടുള്ളതാണെങ്കിൽ അതല്ല കേട്ടോ നല്ലത്. ഈ ഒരു ടൈപ്പ് നിങ്ങൾ നോക്കിയിട്ട് തന്നെ വാങ്ങണം. അതിന് ഈ ഒരു സമയത്ത് ശരിക്കും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. റഫീഖ 380-400 പറയുന്നുണ്ടായിരുന്നു. 380 കിട്ടിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നാലും വേണ്ടില്ല, നമ്മൾ അത്രയും നമ്മളെപ്പോഴും വാങ്ങുന്നതല്ലല്ലോ ഇത്. ആ ഒരു സമയത്തല്ലേ നമുക്കിത് കിട്ടുകയുള്ളൂ. പിന്നെ നല്ലത് കിട്ടുമ്പോൾ അതിന് നമ്മൾ റേറ്റ് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു 3-4 ദിവസം ഉണ്ടാക്കാനായിട്ടുള്ളത് ഉണ്ടാവും. ഒരു ദിവസം തന്നെ ഉണ്ടാക്കുന്നതല്ലല്ലോ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച നമുക്കിത് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച നമുക്കിത് സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യുക. അത് കിടന്നു വരാൻ നല്ലോണം തന്നെ ഇരിക്കും. അപ്പോൾ ഈ ഒരു മെനക്കെടൽ, ഫസ്റ്റ് മെനക്കെടുന്നൊരു മെനക്കെടലേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന ആ ഒരു ഈസി ആയിട്ട് തന്നെ നമുക്കിത് കഴിക്കേണ്ട സമയത്ത് ചൂടോടെ ഫ്രൈ ചെയ്ത് എടുക്കാമല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ ഞാനിത് ചെയ്തു പോകുമ്പോൾ ഒന്ന് പറഞ്ഞു പോകുന്നത് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ ആവിച്ചമ്പ് വെച്ച് കൊടുത്തു. ഇനി വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ആവിക്ക് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് അങ്ങനെ ഇട്ട് വേവിക്കേണ്ട. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്കാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും ആ ഒരു കായും അതുപോലെ തന്നെ മാവും ഒക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ ഇതെല്ലാം ഒന്ന് വെച്ച് കൊടുക്കട്ടെ. പിന്നെ നിങ്ങൾ ഈ കല്ലുമക്ക വാങ്ങൂലേ, വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നിങ്ങൾ രാത്രിയാണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ പകലാണെങ്കിൽ നിങ്ങൾക്ക് ക്ലീനാക്കാനും നിറക്കാനും എന്നുള്ള സമയം നിങ്ങൾക്ക് അന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങളത് ഫ്രീസറിലേക്ക് വെക്കാൻ പോകണ്ട കേട്ടോ. അത് കുഴപ്പമില്ല, പക്ഷേ പെർഫെക്റ്റായിട്ട് അതിൻ്റെ കൂടെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. ഫ്രീസറിലേക്ക് വെക്കാൻ പോകണം. നിങ്ങൾക്ക് ചിലപ്പം പിറ്റേത്തെ ദിവസമായിരിക്കും നിങ്ങൾക്ക് അതിന് പറ്റുന്ന സമയം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് കുറച്ച് നന്നായിട്ട് വെള്ളം, അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് പുറത്ത് തന്നെ വെക്കുക കേട്ടോ. അടച്ച് വെച്ചാൽ മതി. ഒരു കുഴപ്പം വരില്ല, കേടുവരൊന്നുമില്ല. പിറ്റത്തെ ദിവസം എടുത്ത് നിങ്ങൾ ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ നിറച്ച് റെഡിയാക്കിയിട്ട് എടുത്താൽ മതി. അങ്ങനെ ചെയ്താൽ എന്താ അറിയോ, നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും ഇതിൽ നിന്ന് പെട്ടെന്ന് വിട്ട് വരാനും ഒക്കെ അതെല്ലാം കൂടെ കൂട്ടി യോജിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റുള്ള നല്ല പെർഫെക്റ്റ് സാധനം നമുക്ക് കിട്ടുക. ഇല്ലെങ്കിൽ ഈ ഷെല്ലിലൊക്കെ ഒട്ടിപ്പിടിച്ച് അങ്ങനത്തെ ഒക്കെ നമ്മളിങ്ങനെ വരണ്ടെടുത്ത് ഓരോന്നും അതൊക്കെ വിട്ട് അങ്ങനത്തെ രീതിയിലൊക്കെ ആയിപ്പോവും. അപ്പം അതൊന്നും ഇല്ലാണ്ടാവാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി കല്ലുമക്ക വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചു, എന്നിട്ട് പുറത്തിറക്കി വെച്ചു. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടില്ല, എന്നാലും വലിയ ചൂടൊക്കെ പോയി, എന്നാലും ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് അടർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ചിലതൊക്കെ നമ്മൾ വെറുതെ അല്ലെങ്കിൽ മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അത് കണ്ടോ, ഒരെണ്ണം പോലും അതിൽ നിന്ന് ഇളകി വരികയോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് സ്പൂണ് സപ്പോർട്ടിന് വേണ്ടി ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും അതൊന്നിങ്ങനെ ഇളകി വരുന്നുണ്ട്. അപ്പം ഈ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയിട്ട്. ഇനി നിങ്ങൾക്ക് കല്ലുമ്മ കിട്ടുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പെർഫെക്റ്റ് ആകുന്നില്ലെങ്കിൽ ഒന്ന് നോക്കി നോക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും.
വേണ്ട, എത്ര സിമ്പിളായിട്ട് അറിയാം കിട്ടുക. ആ ഷെല്ലിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇളകാതെ നല്ലതായിട്ട് കിട്ടും കേട്ടോ. മാവും നല്ല സോഫ്റ്റാണ് കേട്ടോ, അതിൻ്റെ ആ ടെക്സ്ചർ നല്ല സോഫ്റ്റാണ്. ഇനിയിപ്പോൾ ഇത്രയൊന്നും ഞാൻ ഫ്രൈ ചെയ്യൂല. നമുക്ക് ഇന്ന് ആവശ്യത്തിനുള്ളത് കുറച്ചെടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഫ്രീസറിലേക്കല്ല കേട്ടോ, ഫ്രിഡ്ജിലേക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തു. ഇപ്പോൾ അസ്ര നമസ്കാരമൊക്കെ കഴിഞ്ഞ് എനിക്ക് ചെടിയൊക്കെ നനക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 5-5:15 ആയിട്ട് 5:15 ആവാനായിട്ടുണ്ട്. അപ്പോഴാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വന്നത്. എനിക്ക് വൈകുന്നേരം നേരത്തെ കിച്ചണിലേക്ക് വരുന്നത് വലിയ താല്പര്യമില്ല കേട്ടോ. മാക്സിമം അങ്ങനെ അടുപ്പിക്കും ഞാൻ. വീഡിയോ ഒന്നും എടുക്കാറില്ലെങ്കിൽ 5:30 ഒക്കെ ആവും കേട്ടോ ഞാൻ വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പെട്ടെന്ന് ആക്കാനാണ് എനിക്കിഷ്ടം. ഇതിപ്പോൾ വീഡിയോ ഉള്ളത് കൊണ്ട് നമുക്ക് ക്യാമറ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ഒക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് കൊണ്ടാണ് കുറച്ചെങ്കിലും നേരത്തെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വന്ന ഉടനെ തന്നെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. അത് കറിക്ക് വേണ്ടിയിട്ട് മല്ലി, മുളക്, മഞ്ഞൾ, ഒരു ഉള്ളി, തക്കാളി എല്ലാം ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് കറിക്ക് വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ചു കേട്ടോ. നമ്മൾ വറുത്തരച്ച കറിയില്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ബീഫ് വറുത്തരച്ച കറി. അപ്പോൾ അതിന് ബീഫ് മസാലയൊക്കെ തേച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി ആട്ടുണ്ട്, അത് നൈസ് പത്തിരിയാണ്. അപ്പോൾ നൈസ് പത്തിരിക്കുള്ളത് നമുക്ക് പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. കുറഞ്ഞ അളവ് ഉണ്ടാക്കുന്നേ ഉള്ളൂ കേട്ടോ, നമുക്ക് രണ്ടാക്കല്ലേ വേണ്ടൂ. അപ്പോൾ റഫീക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് എത്തണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത്, അതായത് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എനിക്ക് വേഗം കഴിക്കണം. എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റേയില്ല. പിന്നെ അതുവരെ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നാലും എനിക്ക് തലവേദന ആകെ പ്രശ്നമാണ്. അപ്പോൾ എനിക്കങ്ങനെ വേഗം കഴിക്കണം. അത് മെയിൻ ഫുഡും ഇല്ലേ, അതും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അത്രയും സന്തോഷം. ആ ഒരു രീതിയിലാണ് കേട്ടോ എനിക്ക് വേഗം ഫുഡ് കഴിക്കണം. പിന്നെ എന്ത് ചെയ്താലും ഇരിക്കലും ഒക്കെ പിന്നെ വേഗം കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. ഇങ്ങനെ ഏത് നോമ്പായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് റഫീഖയ്ക്ക് അറിയാം. അപ്പോൾ റഫീഖ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ബാങ്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റഫീഖയ്ക്ക് അറിയാം. അപ്പോൾ എന്തായാലും വരുമായിരിക്കും. അപ്പോൾ ഞാൻ പത്തിരിക്ക് പൊടിയൊക്കെ ഒന്ന് വാട്ടിയിട്ടെടുത്തു. പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് എടുക്കുക കേട്ടോ. ആ പൊടിയൊക്കെ നന്നായിട്ട് നനഞ്ഞ് ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ പത്തിരി നല്ല സോഫ്റ്റ് പത്തിരി കിട്ടും നമുക്ക് കേട്ടോ. അതുപോലെ പരത്താനാണെങ്കിലും കുറച്ചുകൂടി ഈസി ആയിരിക്കും. പെട്ടെന്ന് നന്നായിട്ട് പരന്ന് റെഡിയായിട്ട് നമുക്ക് വേഗം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ പൊടി തട്ടാത്ത അല്ലെങ്കിൽ പൊടിയിൽ പരത്താത്ത നൈസ് പത്തിരി ആട്ടോ ഉണ്ടാക്കുക. ഇതാ ഞാൻ എല്ലാം ഒന്ന് ചൂടട്ടെ, കുറച്ച് ആക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് 1 കപ്പ് പൊടി ഞാൻ എടുത്തു കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ ബാക്കി ഉണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ, നാളെ നോമ്പൊന്നുമില്ലല്ലോ. അപ്പോൾ നാളത്തേക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് ബാക്കി ഉണ്ടാവും കേട്ടോ കുറച്ചൊക്കെ. പിന്നെ കറി ഉണ്ടെങ്കിൽ നാളെ ഇതിലെങ്ങാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോവും എന്തായാലും. ഇപ്പം പൊതുവേ തണുപ്പൊക്കെ ആയതുകൊണ്ട്, മഞ്ഞും തണുപ്പൊക്കെ ആയതുകൊണ്ട് രാവിലെ എന്താ പറയുക, കിച്ചണിലേക്കൊക്കെ വരാൻ നല്ല മടിയാട്ടോ. പിന്നെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം അങ്ങ് ഇറങ്ങി വരികയാണ് കേട്ടോ ചെയ്യുക. ഉറപ്പിക്കൊക്കെ പോകണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. എൻ്റെ ഈ പത്തിരിപ്പൊടി ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, കുറച്ച് തരി കൂടിപ്പോയ ആ ഒരു പൊടിയാണ് കേട്ടോ നമ്മൾ പൊടിപ്പിക്കാൻ കൊടുത്തപ്പം അവരെന്തോ എന്തോ വിട്ടുപോയതാന്ന് തോന്നുന്നു. കുറച്ചൊരു പുട്ടുപൊടീൻ്റെ ഒരു നടുവിൽ നിൽക്കും. ആ ഒരു നൈസ് പത്തിരീൻ്റെ ആ ഒരു ടെക്സ്ചർ വിട്ടും പോയി. ആ ഒരു രീതിയിലാട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ഞാൻ നോമ്പാകുമ്പോഴത്തേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്ന് കിട്ടണം. ഇത് കല്ലുമ്മക്കായ പൊരിക്കാനുള്ള മസാലയാണ് കേട്ടോ. ഇതിലൊന്നുമില്ല, കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളം ഒഴിച്ചു, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു, പിന്നെ വെളുത്തുള്ളി തൊലിയോടെ ചതച്ചതില്ലേ, അതൊരു 5-8 വെളുത്തുള്ളി തൊലിയോടെ ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും മതി, വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു അളവ് കല്ലുമ്മക്കായ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രൈ ചെയ്യാൻ ഇന്നത്തേക്ക്. ഇനി ഒന്നുമില്ല, നമ്മൾ മസാലയിൽ ജസ്റ്റ് ഒന്ന് ഡീപ്പ് ചെയ്യുക, ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി കുറച്ചുകൂടെ കൂട്ടാട്ടോ, എന്നാൽ കുറച്ചുകൂടെ കളറുണ്ടാവും. വേണമെങ്കിൽ റെഡ് കളറൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ കളറൊന്നും കൊടുത്തിട്ടില്ല, നമ്മൾ ആ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ആ ഒരു കളർ തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഇനി കുറച്ചുകൂടെ ഡാർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടിയിൽ കൂട്ടാം. ഞാനിനിയിപ്പോൾ ഒരുപാട് എരിവ് നമുക്ക് പറ്റില്ല, അപ്പോൾ എരിവ് കൂടി പോണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ചങ്ങ് കുറച്ചതാട്ടോ. 1 ടീസ്പൂൺ 1-2 ടീസ്പൂണും കൂടെ കുറച്ചുകൂടെ കൂട്ടാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതാ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് അതൊന്ന്
ഫ്രൈ ആയിട്ട് വരാം. നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോ ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ ആയി വരും. നമുക്കിത് കുക്കാവാനൊന്നുമില്ല, നമ്മളിപ്പോൾ ഇട്ട മുളക് മാത്രമേ നമുക്ക് കുക്കാവാനുള്ളൂ. അറിയാമല്ലോ, നമ്മൾ ആവിക്ക് വേവിച്ചതല്ലേ. അപ്പോൾ നമ്മൾ മീനെല്ലാം ഫ്രൈ ചെയ്യുന്നത് പോലെ ഓരോ ഭാഗം ഇങ്ങനെ തിരിച്ചിട്ട് 3 ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ ഇത് റെഡിയായി കിട്ടും കേട്ടോ. കുറഞ്ഞ സമയം മതി, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ അതാ അവിടെ കിടന്നിട്ട് റെഡി ആയിട്ട് വരട്ടെ. ശരിക്കും റെഡ് കളറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടൂലേ, ആ ഒരു നല്ല ഭയങ്കര അട്രാക്റ്റീവ് കളറായിരിക്കും കേട്ടോ. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ തന്നെ മതിയെന്ന് വെച്ച് ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ഒരു ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് 1 ടീസ്പൂൺ മുളക് പൊടി കുറച്ചുകൂടെ ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് കഴിച്ചിട്ട് തൊണ്ടക്ക് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സംസാരത്തിലത് മനസ്സിലാകുന്നുണ്ടാവും, ചെറിയൊരു തൊണ്ടയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്, സോറി. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഞാൻ 1 ടീസ്പൂൺ കൂടെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഒരു കോട്ടിക്കും കുറച്ചുകൂടെ ഒരു കളറും കൂടെ ഇതിനുണ്ടാവുകയെ. മുക്കി പൊരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടെ ഇങ്ങനെ ഭയങ്കര എണ്ണയാക്കിയിട്ട് പൊരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ ഉൾഭാഗമൊന്നും ഞാൻ പറഞ്ഞല്ലോ കുക്കാവാനൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. കല്ലുമ്മക്ക ശരിക്കും ഒരു വികാരമാണല്ലേ. ഒരു നെയ്യപ്പം എന്നൊക്കെ പറയുന്ന പോലെ, നെയ്യപ്പം ഒരു വേറെ സംഭവം, പക്ഷേ ആ ഒരു ഇതിനോട് നമുക്കൊരു ഇഷ്ടം പോവില്ലല്ലോ, ഒരു വല്ലാത്തൊരു കൊതി വരില്ല ചില സമയത്ത്. അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിനോടും ഒരു ഭയങ്കര, പ്രത്യേകിച്ച് റമദാൻ ഒക്കെ ആവുന്ന ആ ഒരു നോമ്പൊക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു ഫീലാട്ടോ ഇതിന്. നമ്മൾ നോമ്പ് തുറയൊക്കെ ആക്കുമ്പോൾ എന്തായാലും ഇതൊരു ഐറ്റമായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. ഞാൻ തലേ ദിവസം തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് സെറ്റാക്കി വെക്കും. കല്ലുമ്മക്ക നിറക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ പിന്നെ ഫ്രിഡ്ജിൽ അടച്ച് ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം ഒന്നും ഇങ്ങനെ എടുത്ത് ഫ്രൈ ചെയ്യാനല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നല്ല എളുപ്പമാണ് ആ ഒരു സമയത്ത്. ഇപ്പം നമ്മളെ പത്തിരിയായി, കറിയായി. ഇതാ ഞാൻ തേങ്ങ വറുത്തരച്ചിട്ട് ഒഴിച്ചു കൂട്ടാം. അതൊക്കെ ഞാൻ എപ്പോഴും കാണിക്കുന്നത്, അതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാതിരുന്നത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയമുണ്ട് കേട്ടോ ബാങ്ക് കൊടുക്കാൻ, കുറച്ചുകൂടെ സമയമുണ്ട്. അപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കാനൊക്കെ ആയി. ഇപ്പം ഞാൻ നമ്മളെ സ്നാക്സും കാര്യങ്ങളൊക്കെ ടേബിളൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഒന്നുമില്ല, നമ്മളൊരു ഐറ്റം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ വേറൊന്നുമില്ല, കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്, ഇത്രയൊക്കെ തന്നെ. അപ്പോൾ റഫീക്കും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നുമില്ല, ചായ കുടിക്കുക, ഫുഡ് കഴിക്കുക, അതൊക്കെ തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുതേ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലൈക്കിൻ്റെ കാര്യം മറന്നു പോകരുത് കേട്ടോ. എന്തായാലും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറന്നു പോകല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.